ഇവിടെ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളിലും പ്രാർത്ഥനകളിലും പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ ആയിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. Father, we still our hearts before you on this Christmas morning. We give you thanks for the gift of your only Son, Jesus, who came as a Savior to save us from our sins, to give us a hope, the hope of life here in this world, life abundant, and life eternal in the world to come. We thank you for sending your Son as the Prince of Peace. And Lord, we pray for your peace in our world. This morning we pray particularly for our Honorable Prime Minister, Shri Narendra Modi ji, that you would anoint him afresh with your Holy Spirit. Empower him, Lord. Father, we know that those whom you call, you also equip. And we know, Lord, that you have called him for this important task of leading our great nation. And so, Father, I pray for a double portion of your wisdom, your understanding, your discernment, that he would lead this nation in the paths of truth, of justice, of righteousness, and Lord, that you would bless him. Amen. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് CNA ആസ്ഥാനത്ത് ഡൽഹിയിലെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തത്. പ്രത്യേകിച്ച് ഫാദർ ഫിലിപ്പ് കവിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർ ആശങ്ക നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ചില കോണുകളിൽ നിന്ന് എങ്കിലും ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നു ക്രൈസ്തവ സമൂഹത്തിന് നേരെ. ഒപ്പം ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ സംബന്ധിച്ച സംശയങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആഘോഷത്തെ അടക്കം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. അവിടെ രഞ്ജിത്ത്, നേരത്തെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി അടക്കം തന്നോട് നേരിട്ട് പറഞ്ഞ വാക്കുകൾ ഫാദർ ഫിലിപ്പ് കവിയിൽ സൂചിപ്പിക്കുമ്പോൾ പോലും ഉത്തരേന്ത്യയിലും അടക്കം കേരളത്തിലും അത്തരം ചിലയിടങ്ങളിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തിയെന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് തള്ളിക്കളയുമ്പോൾ പോലും ഇത്തരം ആശങ്കകൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ന് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ആഘോഷ ചടങ്ങിലും പ്രത്യേക പ്രാർത്ഥനയിലും നേരിട്ട് പങ്കെടുക്കുന്നത്. അതെത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം ഈ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ BJP നേതൃത്വത്തിൻ്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ്, ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിൽ ചില സംഘപരിവാർ സംഘടനകൾ ഈ വിഷയത്തിൽ നിലപാടുകൾ അറിയിക്കുന്നതല്ലാതെ BJPയുടെയോ രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ് എന്നതാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വഴി സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ തങ്ങളുടെ ആശങ്ക പങ്കുവച്ചു എന്നുള്ളതും കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയെ കണ്ട് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിലാണ് ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 8:30 മണിക്കുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി CNA ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ അല്പം മുമ്പ് എത്തിയത്. പ്രധാനമന്ത്രിക്കായി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ അവിടെ നടത്തിയിരുന്നു. രാജ്യത്തെ നയിക്കുന്ന വലിയ മനുഷ്യന് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ഉണ്ടാകുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് അവിടെ പ്രാർത്ഥനാ ചടങ്ങിൽ പ്രധാനമായും മോദിക്കായി പ്രാർത്ഥിച്ചത് എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം പ്രധാനമന്ത്രിക്കൊപ്പം ഈ പള്ളികൾ സന്ദർശിക്കുന്നതിന് ചേരുന്നുണ്ട്. അത് 12 മണിക്ക് ഡൽഹിയിലെ ന്യൂഡൽഹി ചാപ്പലിനിൽ
ഇത്തരത്തിലൊരു പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ. അവിടുത്തെ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പരിപാടി. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ഈ ആഘോഷങ്ങൾ, ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ വർഷങ്ങളിലും BJP നേതാക്കൾ, കഴിഞ്ഞ വർഷം അമിത്ഷാ ആയിരുന്നു ഡൽഹിയിലെ പ്രധാനപ്പെട്ട പള്ളികൾ സന്ദർശിച്ചത് എന്നുകൂടി ചേർത്ത് വെക്കണം. പ്രധാനമന്ത്രിയും ഇത്തരം പരിപാടികൾ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാറുണ്ട്. BJPയുടെ ക്രിസ്ത്യൻ നയതന്ത്രത്തിൻ്റെ ഭാഗമായി കൂടി ഇതിനെ വിശേഷിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഈ ആക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇടപെടണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിയമപാലനം ഉറപ്പാക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ബാധ്യതയാണ് എന്ന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആക്രമണം അവസാനിപ്പിച്ചിട്ട് വേണം നരേന്ദ്രമോദി പള്ളിയിൽ പോകേണ്ടത് എന്ന വിമർശനം കോൺഗ്രസ് ഉന്നയിച്ച ഒരു സാഹചര്യം കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ക്രൈസ്തവ സഭാ നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെയും BJPയുടെയും പ്രതികരണമാണ്. ഒപ്പം ഇത്തരം വിഷയങ്ങളിൽ ഇനിയും ആവർത്തിക്കരുത് എന്നുള്ള കാര്യവും അവർ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മറ്റും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണം എന്ന ആവശ്യമുണ്ട്. ജോർജ് കുര്യൻ വഴി പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും ഈ വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ച ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് മോദിയുടെ പള്ളിയിലുള്ള സന്ദർശനവും ഇന്ന് തുടർന്നുള്ള പരിപാടികളും. അഭിലാഷ്. യെസ്, രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഡൽഹിയിലെ CNA ആസ്ഥാനത്ത് പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റ് ദേവാലയങ്ങൾ ഉൾപ്പെടെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതേസമയം രാജ്യത്ത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അനിഷ്ട സംഭവങ്ങളുണ്ടായ പശ്ചാത്തലമുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തിയ സാഹചര്യമുണ്ടാകുന്നു. പാസ്റ്ററിന്റെ സുവിശേഷ പ്രസംഗത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നു. അവിടെയാണ് ഫാദർ ഫിലിപ്പ് കവിയിൽ സൂചിപ്പിച്ചത് പ്രേക്ഷകരോടും ആവർത്തിക്കാനുള്ളത്. മതേതരത്വം എന്നത് ആരുടെയും ഔദാര്യമല്ല, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ പ്രചാരകർ ആകുവാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ഒരു പക്ഷേ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് അതുപോലെ ജീവിക്കാനും ഒക്കെ അവസരം നൽകുന്ന അവസരമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ആരുടെയും ഔദാര്യത്തിൻ്റെ ആവശ്യകതയില്ല. അവിടെയാണ് ഭരണകൂടങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ എന്താണ് അവരുടെ നിലപാട് എന്നത് വ്യക്തമാക്കേണ്ടത്. ഇത്തരം പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുക, മതേതരത്വത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുക, അത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അക്രമ സംഭവങ്ങളിൽ എന്താണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്നത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് അടക്കം എന്താണ് ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഔദ്യോഗികമായി നൽകാനുള്ള മറുപടി എന്നതിൽ വ്യക്തത വേണം.